السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله മക്കത്തൂദിത്ത റസൂലേ പൂത്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ അഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ കരുണ കടലോരേ മുത്ത് നബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൻ കഠിന സമയത്തും ഉമ്മത്തി എന്നൂരത്തോരേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ കരുണ കടലോരേ മുത്ത് നബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ മുഹമ്മദ് നബിമാരിലുള്ള ഷഫീഇ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തൂദിത്ത റസൂലേ പൂത്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം
അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ അനുഗ്രഹീതമായ മജ്ലിസ് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യമായ പരസ്യമായ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫാ തന്ന് അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഗുരുനാഥന്മാരുണ്ട്, നമ്മെ സഹായിച്ചവരുണ്ട്, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇന്നലെയും ഇന്നുമായി നാളിതുവരെയായി നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ പേരുകളും അവരുടെ അഡ്രസ്സുകളും അവരുടെ വസിയത്തുകളും എല്ലാം പടച്ച തമ്പുരാന് അറിയാവും. അല്ലാഹു തആല എന്നേക്കാൾ കൂടുതൽ അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. അല്ലാഹുവിലേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. നമ്മുടെയൊക്കെ ദുആയിന് അല്ലാഹു ഇജാബത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടി കഴിയും തോറും ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് എത്ര പേരുണ്ടായിരുന്ന മജ്ലിസാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു 10 പേരിൽ തുടങ്ങിയ ഒരു സംരംഭം അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ മജ്ലിസ് കാണാൻ ഒരു 30 അല്ലെങ്കിൽ 300 400 അധികം ആളുകൾ അൽഹംദുലില്ലാഹ് എത്തുന്നു എന്ന് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹു തആല ഈ അനുഗ്രഹം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ഇതിനേക്കാൾ വർദ്ധിച്ച അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹു തആല എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. PGക്ക് പഠിക്കുന്നവരുണ്ട്, അല്ലാഹു ആ പഠനത്തിൽ വിജയം കൊടുക്കട്ടെ, പരീക്ഷകളിൽ വിജയം കൊടുക്കട്ടെ. അല്ലാഹു ഉന്നത നിലവാരങ്ങളിൽ എത്തിച്ചു കൊടുത്ത മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കടം കൊണ്ടാണ് പല ആളുകളും വല്ലാതെ വിഷമം അനുഭവിച്ചുകൊണ്ട് കഴിയുന്നത്. അല്ലാഹു തആല അവരുടെ കടങ്ങൾ വീട്ടിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വീട് ജപ്തി ഭീഷണിയിലാണ്, ഏത് നിമിഷവും വീട് ജപ്തി ചെയ്യാം. ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം. നമുക്ക് അല്ലാഹുവിനോട് പറയാനല്ലേ പറ്റൂ, നമുക്ക് അല്ലാഹുവിനോട് വസിയത്ത്, നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് കഴിയൂ. എല്ലാം നടപ്പിൽ വരുത്തുന്നതും എല്ലാം തീരുമാനിക്കുന്നതും അവനല്ലേ. അല്ലാഹുവിലേക്ക് നമുക്കെല്ലാം സമർപ്പിക്കാം. അല്ലാഹുവിലേക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ഏറ്റുപറയാം. അല്ലാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തരാതിരിക്കില്ല, അത് യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല സ്വീകരിക്കും. പിന്നെ 40 പേര് ഒരുമിച്ച് കൂടുന്നിടത്ത് ഇജാബത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് അൽഹംദുലില്ലാഹ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 40 പേരിൽ കൂടുതൽ ആളുകൾ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ആമീൻ പറയുന്നുണ്ട്. എന്നേക്കാൾ ഉപരി നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ട്, എന്നേക്കാൾ ഉപരി ഖുർആൻ ഓതുന്ന ഉമ്മമാരുണ്ട്, എന്നേക്കാൾ ഉപരി നിസ്കാരം ഒരൊറ്റ വഖത്ത് പോലും ഖളാ ആക്കാത്ത ഉപ്പമാരും ഉമ്മമാരും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ നൂറുകണക്കിന് ഖത്മുകൾ ഓതിയും സ്വലാത്തുകൾ ചൊല്ലിയും അദ്കാറുകൾ ചൊല്ലിയും തസ്ബീഹുകൾ ചൊല്ലിയും അതുപോലെ തന്നെ ഖുർആനുകൾ ഓതിയും സ്വലാത്തുകൾ ചൊല്ലിയും അതുപോലെ മറ്റ് ദാനധർമ്മങ്ങൾ ചെയ്തുമൊക്കെ എന്നേക്കാൾ ഉപരി ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. അല്ലാഹുവേ അവരെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. പേരുകളും അഡ്രസ്സുകളുമെല്ലാം റബ്ബേ നിനക്കറിയാമല്ലോ, നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അവരുടെ നിയ്യത്തുകളെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നീ എളുപ്പമാക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉമ്മു ഹബീബ എൻ്റെ ഉമ്മാടെ ആണ്ടാണ്. അല്ലാഹു തആല ഈ മാസം 15-ന് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, സ്വർഗ്ഗം അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹുവേ നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരുകളൊക്കെ എന്നേക്കാൾ ഉപരി പടച്ചവനെ നിനക്കറിയാം. അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം. അവർക്ക് എന്താണ് ഇപ്പൊ ആവശ്യമുള്ള കാര്യം എന്നുള്ളത് നിനക്കറിയാം റബ്ബേ. അത് നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഖൈറായതിനെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. എന്റെ കൂട്ടുകാരിയുടെ മുറാദ് ഹാസിലാകണം. അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ഷറീന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് എല്ലാം ഖൈറിലാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു എല്ലാ രോഗത്തിനും ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. റബ്ബേ അവർ
അവരുടെ രോഗം എത്ര ചെറുതാണെങ്കിലും അവരുടെ വിഷമം എത്ര കുറവാണെങ്കിലും നീ പരിഹരിക്കണേ അല്ലാ. ശിഫാവ് കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഹിദായത്തുൽ അൻവാർ എന്ന് പറയുന്ന അനുഗ്രഹീതമായ മജ്ലിസ് പേര് പോലെ തന്നെ അവർക്ക് നീ ഹിദായത്തും നീ അവർക്ക് വെളിച്ചവും അവരുടെ ജീവിതത്തിൽ വെളിച്ചവും കൊടുക്കണേ അല്ലാ. ഇന്നലെ മുതൽ നോമ്പ് പിടിക്കാൻ തുടങ്ങിയല്ലേ, അൽഹംദുലില്ലാ. അപ്പൊ നോമ്പ് പിടിച്ചവർ ആരൊക്കെ? സൂറത്തുൽ ഫജ്ർ ഓതിയവരാരൊക്കെ? സൂറത്തുൽ ഇഖ്ലാസ് ഓതിയവരാരൊക്കെ? സ്വലാത്തുകളും അദ്കാറുകളും ധാരാളം ചൊല്ലിയവരാരൊക്കെ? ഇന്ന് 5 വഖത്തും കൃത്യമായി നിസ്കരിച്ചവരാരൊക്കെ? ഒന്ന് കൈ കാണിച്ച്, ഒന്ന് കൈ പൊക്കിയേ. 5 വഖത്ത് നിസ്കാരവും കൃത്യമായിട്ട് നിർവഹിച്ചതാരൊക്കെ? അവരുടെ ദുആയ പടച്ചവൻ സ്വീകരിക്കൂ. അവരുടെ ദുആയ പടച്ചവൻ സ്വീകരിക്കും. അല്ലാതെ നിസ്കരിക്കാതെ ദുആ മാത്രം ചെയ്തുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ? വിശപ്പാണ് വിശപ്പാണ് വിശപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വിശപ്പ് മാറോ? വിശപ്പ് മാറാൻ പിന്നെ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം. ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യണം? പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങണം. സാധനങ്ങൾ വാങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണം ഉണ്ടാക്കി നമ്മളത് കഴിക്കണം. അപ്പോഴേ അത് മാറൂ. അല്ലാതെ പടച്ചോനെ നീ എന്റെ കാര്യം നടത്തി തരണേ, എന്റെ കടങ്ങൾ വീട്ടണേ, നീ എന്റെ മുറാദ് ഹാസിലാക്കണേ എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാതിരുന്ന അത് നടക്കൂല മക്കളെ, അത് നടക്കൂല. നിസ്കാരം റബ്ബേ അത് മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു താല നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ എന്റെ ഉമ്മാക്ക് വേണ്ടി എന്ന് പറയുന്ന അൽഹംദുലില്ലാ നല്ലൊരു വിഷയം ഇന്നലെ എല്ലാ ഉമ്മമാരും അത് ഏറ്റെടുത്തു. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും അത് ഏറ്റെടുത്തു. അതിയായ സന്തോഷം അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു താല നിലനിർത്തി തരട്ടെ. എന്റെ ഉമ്മാക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു വിഷയം ഇന്നലെ നമ്മൾ അതിമനോഹരമായി അവതരിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നലെ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉമ്മാടെ വിഷയത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജീം ഖാൻ ഷബാൻ അള്ളാഹു താല സ്വീകരിക്കട്ടെ, അവരുടെ മുറാദ് ഹാസിലാക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അള്ളാഹു താല സന്തോഷവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഷിഫ ചെയ്യുന്ന നന്മകൾ രഹസ്യമാണ്. ഇൻഷാ അല്ലാഹ് അത് പറയണ്ട, രഹസ്യമായ അമലുകളൊന്നും പുറത്തു പറയണ്ട. പിന്നെ എല്ലാവർക്കും പ്രചോദനമാകാവുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറയുന്നതിന് കുഴപ്പമില്ല. സുന്നത്ത് നോമ്പ് തീയതിയാണ്. സുന്നത്ത് നോമ്പ് ദുൽഹജ്ജ് 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പാണ്. ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് നോമ്പെടുക്കാം. ഏതെങ്കിലും ഫർളായ നോമ്പ് ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചേർത്ത് പിടിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത്ര അങ്ങനെ പിടിച്ചവർ എത്ര പേരുണ്ട്? നല്ലൊരു ഇണയെ കിട്ടാൻ വേണ്ടി അല്ലാഹു താല, നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി അല്ലാഹു താല അനുഗ്രഹിക്കട്ടെ. ഖൈറായ ജോലി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു താല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവർ ഈ മജ്ലിസിൽ കടന്നു വരുന്നത്. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് പടച്ചവനെ അവർ പ്രതീക്ഷയോടെ ഈ മജ്ലിസിൽ ദുആ ചെയ്താൽ അത് സ്വീകരിക്കുമെന്നുള്ള അതിയായ പ്രതീക്ഷയോടെയാണ് റബ്ബേ അവർ ഈ മജ്ലിസിൽ കടന്നു വരുന്നത്. അവരാരെയും നീ നിരാശരാക്കല്ലേ അല്ലാ, അവരാരെയും നീ നിരാശരാക്കല്ലേ അല്ലാ, അവരാരെയും നീ നിരാശരാക്കല്ലേ അല്ലാ. ഷംന ജാഫർ എക്സാമിന് നല്ല മാർക്ക് പടച്ച തമ്പുരാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ഉയർന്ന മാർക്ക് തരട്ടെ, നല്ല മാർക്ക് തരും ഇൻഷാ അല്ലാഹ്. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. കല്യാണം ശരിയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം അഫ്സൽ. അല്ലാഹു തആല ഖൈറായ ഇണയെ തരട്ടെ. അല്ലാഹുവേ ഖൈറായ ഇണയെ തരട്ടെ. നല്ലൊരു ദാമ്പത്യ ജീവിതം നീ അവർക്ക് സമ്മാനിക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവയുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരു ഭാഗം തളർന്ന് 3 വർഷത്തോളമായി കിടപ്പിലാണ്. ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് റബ്ബേ. അവരുടെ ജീവിതത്തിലേക്ക് നീ മടക്കി കൊണ്ടുവരണേ അല്ലാ, ജീവിതത്തിലേക്ക് നീ മടക്കി കൊണ്ടുവരണേ അല്ലാ. ഒന്ന് സംസാരിക്കാൻ റബ്ബേ അവർക്ക് സംസാര ശക്തി കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. എന്റെ ഉമ്മാന്റെ ആണ്ടാണ് റബ്ബേ. ഉമ്മാക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഇന്നലത്തെ വിഷയം ഇഷ്ടപ്പെട്ടവർ എത്ര പേരുണ്ട്? അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയോ? എന്റെ ഉമ്മാക്ക് വേണ്ടി വലിയ പെരുന്നാളൊക്കെ വരികയാണ്. ഭാര്യയ്ക്ക് കുട്ടികൾക്ക് ഒരു വസ്ത്രം എടുക്കുമ്പോ എന്റെ ഉമ്മാക്ക് വേണ്ടി പോട്ടെ അടുക്കളയിലത്തേക്ക് ചായക്കപ്പ് ഒരെണ്ണം. ഉമ്മ കുറെ നാളുകൊണ്ടേ പറയുന്നു ചായ ഇടാൻ ഒരു നല്ല പാത്രം ഇല്ലാന്ന്. ഒരു പാത്രം വാങ്ങിച്ചു കൊടുക്കാം, ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാം, ഒരു മഫ്ത മേടിച്ചു കൊടുക്കാം, ഒരു നിസ്കാര കുപ്പായം മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പർദ്ദ മേടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അവർ
ആഗ്രഹിക്കുന്നത് എന്താണോ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു മുട്ടുസൂചിയെങ്കിലും അല്ലെങ്കിൽ ഒരു പിന്നെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പൂണെങ്കിലും ഉമ്മാക്കൊരു ഗിഫ്റ്റ് ആയിട്ട്, ഒരു സമ്മാനമായിട്ട് ഉമ്മാക്ക് വേണ്ടി എന്ന് നമ്മൾ കരുതിയിട്ടൊന്ന് വാങ്ങിച്ചു കൊടുത്തു നോക്ക്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഉമ്മായെ ഭാഗമാക്കുക. അവരെ അകറ്റി നിർത്താതെ, അവരെ മാറ്റി നിർത്താതെ, അവരോട് സംസാരിക്കാതെ, അവരെ സ്നേഹിക്കാതെ, അവരെ ഒറ്റപ്പെടുത്തി, അവരെ കളിയാക്കി, അവരെ പരിഹസിച്ച്, അവരെ നാണം കെടുത്തി, ഉമ്മ വരണ്ട എന്റെ സ്കൂൾ മീറ്റിങ്ങിന്. ഒരു മക്കള് പറഞ്ഞതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു മകള് പറഞ്ഞതാണ്, ഉമ്മ സ്കൂളിൽ വരണ്ട അത്രേ. എന്തേ കാരണം? ഉമ്മാക്ക് മീശ ഉണ്ട് പോലും, നാണക്കേടാ. നാട്ടുകാരൊക്കെ കണ്ട നാണക്കേട്. ഉമ്മാക്ക് ഇത്രയും നാളായിട്ട് മീശ ഉണ്ടായത് മകൾ അറിഞ്ഞില്ല. മകൾ അങ്ങോട്ട് വളർന്നു വലുതായപ്പോഴത്തേക്ക് മകൾക്ക് പുറത്തിറങ്ങാൻ വയ്യ. എന്തേ കാരണം? ഉമ്മാക്ക് മീശ വന്നു പോലും. എന്ത് കാരണമാണ് റബ്ബേ, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നിസാര കാര്യത്തിന്റെ പേരിൽ ഉമ്മമാരോട് ഉപ്പമാരോട് വർഷങ്ങളായിട്ട് പിണങ്ങിക്കഴിയുന്ന മക്കളുണ്ട്, അല്ലേ? വർഷങ്ങളായിട്ട് പിണങ്ങിക്കഴിയുന്ന മക്കളുമാരുണ്ട്. ഈ മക്കളോട് പിണങ്ങിക്കഴിയുന്ന ഉമ്മമാരുമുണ്ട്, ഉപ്പമാരുമുണ്ട്, അല്ലേ? രണ്ടു കൂട്ടരുത്തും ഫാൾട്ടുകളുണ്ട്. ഈ മക്കളോട് പിണങ്ങിക്കഴിയുന്ന ഉമ്മമാരും ഉപ്പമാരും ഈ വർത്തമാന കാലഘട്ടത്ത് നമ്മളോടൊപ്പമുണ്ട്. അവൻ വന്ന് മിണ്ടട്ട്, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് മിണ്ടട്ട്, അല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല, അവരിങ്ങോട്ട് വരട്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകില്ല, അവരിങ്ങോട്ട് വരട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ പറഞ്ഞ് അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ച് കുടുംബ കലഹങ്ങളുടെ വക്കോളം എത്തിച്ച് എത്രയെത്ര ദാമ്പത്യ ജീവിതങ്ങളാണ് റബ്ബേ തകർന്നു പോയത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ, ശരിയല്ലേ? ഇനിയെങ്കിലും ഒരു മാറ്റം വരണ്ടേ? ഏത് കുടുംബത്തിലാ ഒന്ന് ചട്ടിയും കലയൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പൊട്ടിയും തട്ടിയും എന്നൊക്കെ ഇരിക്കും. എന്നാൽ അത് ഒരുപാട് നാള് നീണ്ടുപോകുന്ന പിണക്കമാണോ? ഒരുപാട് നേരാള് പിണങ്ങുന്ന പിണക്കമാണോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, വാശിയും വൈരാഗ്യവും ശത്രുതയും ഒക്കെ കളഞ്ഞുകൊണ്ട് നിന്റെ മക്കളോട് മിണ്ടാൻ, നിന്റെ മക്കളോട് സ്നേഹിക്കാൻ, അവരോടൊന്ന് സംസാരിക്കാൻ നമ്മൾ തയ്യാറാകണം. മക്കളെ, സഹോദരങ്ങളെ, ഉമ്മമാരോട് പിണങ്ങിക്കഴിയുന്നവരുണ്ടെങ്കിൽ, വാപ്പമാരോട് പിണങ്ങിക്കഴിയുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അത് അപകടമാണ്, അത് അപകടമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ജീംഖാന്റെ ഉമ്മയാണല്ലേ, മാഷാ അല്ലാഹ്. എന്റെ കൂടെ തട്ടത്തുമല യതീംഖാനയിൽ പഠിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് ജീംഖാന്റെ ഉമ്മയാണ്. ഒരുപാട് കടങ്ങളുണ്ട്. റബ്ബേ, നീ അവർക്ക് ആ കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ അല്ലാ. കടക്കണിയിൽ നിന്ന് നീ കാക്കണേ അല്ലാ. സാമ്പത്തിക ഭദ്രത കൊടുക്കണേ അല്ലാ. ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാ. അവരുടെ മക്കളെ എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ലൊരു ജീവിതം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. അവിടെ കടങ്ങളൊക്കെ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ. വീടില്ല പടച്ചവനെ, വീടില്ലാത്ത വല്ലാത്തൊരു സങ്കടമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, കോടിക്കണക്കിന് പൈസ മേടിച്ച് കടമുണ്ടാക്കി വീട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മുറി വീടാണെങ്കിൽ അത് മതി നമുക്ക് സന്തോഷത്തോടു കൂടി താമസിക്കാൻ. ആ 2 മുറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 10,000 സ്ക്വയർ ഫീറ്റിലൊക്കെ വീട് പണിതിട്ട് കോടി കടം ഉണ്ടാക്കി വെച്ചിട്ട് ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഉസ്താദേ ദുആ ചെയ്യണമെന്ന്. എന്ത് മനുഷ്യന്മാരാണ്! അതിന്റെ ആവശ്യമുണ്ടോ? വണ്ടി വാങ്ങിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അല്ലാഹു തആല ആ വാഹനത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. അപകടങ്ങളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ ഭർത്താവിന്റെ ഉമ്മാടെ ആണ്ടിന്റെ ദിവസമാണ്. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മക്കൾ ഹാഫിളീങ്ങളാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഗോപിക ഗോപാൽ വീട് പണി നടക്കുന്നുണ്ട്. അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, അവരുടെ കുടുംബത്തിൽ നല്ല സമാധാനവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. മീനു സുദി, അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. സജിദ യൂനിസ്, റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഷിമു ജാഫർ, അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് പടച്ചവൻ അവർക്ക് കച്ചവടത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റാഹത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. 2 പൊന്നു
മക്കളാണ്. സീനത്ത് 28 വയസ്സായി, സീനത്ത് 28 വയസ്സാണ്, മരണപ്പെട്ടു. ചെറിയ 2 മക്കളുണ്ട്. റബ്ബേ അല്ലാഹു അവർക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ, അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, അല്ലാഹു അവർക്ക് നിഅമൽ ബദൽ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉമ്മാക്ക് വയ്യ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ജീവിതമാണ് ഖൈറെങ്കിൽ അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരണമാണ് ഖൈറെങ്കിൽ അവർക്ക് ഈമാനോടുകൂടിയുള്ള മരണം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. മകനിക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ, മകനിക്ക് നല്ല ജോലി കൊടുക്കണേ പടച്ചവനെ. അതിനുള്ള അവസരങ്ങൾ നീ സൃഷ്ടിക്കണേ പടച്ചവനെ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. ഈ അനുഗ്രഹീതമായ മജ്ലിസ് എന്റെ സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. 40 ഗ്രൂപ്പോളം ഗ്രൂപ്പിൽ വരെ ഷെയർ ചെയ്തു കൊടുത്ത ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ജാരിയായ സദഖകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മകന്റെ വിസ എത്രയും പെട്ടെന്ന് അടിച്ചു കിട്ടാൻ വേണ്ടി തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, അതിനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു മാറ്റട്ടെ. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് അല്ലാഹു എളുപ്പമാക്കട്ടെ. ഇവിടെ ജോലികളിൽ ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു മാറ്റി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഷെയർ ചെയ്യണം. തുടക്കത്തിലെ തന്നെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇതാണ്, ലൈക്ക്. അപ്പൊ നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ അസുഖത്തിനൊക്കെ അബ്ദുൽ നാസർ അല്ലാഹു തആല ശിഫാവ് കൊടുക്കട്ടെ. അസുഖത്തിനൊക്കെ അല്ലാഹു ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവരുടെ ജീവിതത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സഫ മോൾ, ഐസ മോൾ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. എല്ലാവിധ നിഅമത്തുകളും കൊടുക്കട്ടെ. എന്റെ അയൽവാസിയായ ഉപ്പായും ഉമ്മായും മിണ്ടാതെ തെറ്റി നടക്കുന്നു. അല്ലാഹു തആല അവർക്ക് മിണ്ടാൻ തൗഫീഖ് കൊടുക്കട്ടെ. പിണങ്ങി കഴിയല്ലേ, പിണക്കങ്ങൾ നല്ലതല്ല. അത് നമ്മുടെ ദുആഇനെ തട്ടിക്കളയും, നിസ്കാരത്തിനെ തട്ടിക്കളയും. എത്രക്ക പരിശുദ്ധ കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തെന്ന് പറഞ്ഞാലും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മ മക്കൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ, ഭർത്താക്കന്മാരും ഭാര്യമാരും തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ, കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന പടച്ച തമ്പുരാൻ സ്വീകരിക്കൂല. അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. എത്ര 40 ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കൂല. ഇതുവരെ നമ്മൾ വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല. എന്റെ ഉമ്മാടെ പ്രാർത്ഥന എന്ന അനുഗ്രഹീതമായൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്റെ ഉമ്മാടെ പ്രാർത്ഥന. എത്ര മക്കൾക്ക് പറയാൻ കഴിയും എന്റെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്? അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന എത്ര പേരുണ്ടാകും? ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉണ്ടാകണം. എത്ര ശത്രുതയാണെങ്കിലും, എത്ര വൈരാഗ്യമാണെങ്കിലും, എത്ര പിണക്കമാണെങ്കിലും ആ ഉമ്മമാര് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അതാണ് ഏറ്റവും വലിയ സത്യം. എത്ര പിണങ്ങിക്കഴിയണമെന്ന് പറഞ്ഞാലും എന്റെ മക്കൾക്ക് നീ നല്ലത് കൊടുക്കണേ എന്ന് പറയാത്ത ഉമ്മമാരുണ്ടാവില്ല. അങ്ങനത്തെ ഉമ്മമാരെയാണ് വാർദ്ധക്യ കാലഘട്ടത്ത് എനിക്ക് വയ്യ, നീ നിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തടാ. അനിയനും ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ കൊണ്ട് നിർത്ത്, നിന്റെ ഉമ്മാടെ വീട്ടിൽ കൊണ്ട് നിർത്ത്, നീ നിന്റെ വാപ്പാടെ വീട്ടിൽ കൊണ്ട് നിർത്ത്, നിന്റെ കൊച്ചുമ്മാടെ വീട്ടിൽ കൊണ്ട് നിർത്ത്, നിനക്ക് നിന്റെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ, നിനക്ക് നോക്കിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കടിപിടി കൂടുന്നത്. പക്ഷെ അവരെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്ന് വിചാരിച്ചു നോക്ക്, സ്വത്തുണ്ടെന്ന് വിചാരിച്ചു നോക്ക്, അപ്പൊ അറിയാം. വാപ്പാ ഉമ്മ പൊന്നെ കരളെ തേനെ പാലെ മരിക്കാൻ വേണ്ടി കാത്തിരിക്കും. മലപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, മലപ്പുറത്ത് നടന്ന സംഭവം. തിരുനാവായിൽ മലപ്പുറത്ത് ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മ മരിക്കാൻ വേണ്ടിയിട്ട് സിദ്ദീഖ് എന്ന് പറയുന്ന മൂത്ത മകനും ബിരുദധാരിയായ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മൂത്ത മകനും അനുജനും കൂടി കബറ് കുഴിച്ചിട്ട് ആ ഉമ്മ മരിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു, സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി. ഉമ്മ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴത്തേക്ക് വീടിന്റെ സമീപത്ത് കുഴി, മയ്യത്ത് കുഴി. വനിതാ കമ്മീഷനിൽ ആ ഉമ്മ പോയി പരാതി കൊടുത്തപ്പോഴാണ് പുറം ലോകവും മലപ്പുറം നിവാസികളും തിരുനാവായ നിവാസികളും ഒക്കെ അറിഞ്ഞത്. അങ്ങനെ കാത്തിരിക്കുന്ന വീടുകൾ ഉണ്ടാകുമല്ലേ? എത്ര അവരെ കുറ്റപ്പെടുത്തിയാലും, അവരെ ഒറ്റപ്പെടുത്തിയാലും, അവരെ വേദനിപ്പിച്ചാലും ആ ഉമ്മമാര് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് എപ്പോഴും ദുആ ചെയ്യും. ശപിച്ചുകൊണ്ട് ദുആ ചെയ്യൂല. അതിനവർക്ക് സാധിക്കൂല. ചതിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ അവർക്ക് സാധിക്കൂല. നമുക്കെതിരെ ദുആ ചെയ്യാൻ അവർക്ക് സാധിക്കൂല. കറണ്ട് പോയി. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ദുആ മജ്ലിസ് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
പ്രിയ കറണ്ട് പോയതുകൊണ്ടാണ് കേട്ടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ ഉമ്മ ബോധമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു താല ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു നല്ല ഓർമ്മശക്തി തിരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരാനുള്ള തൗഫീക്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു താല നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കറണ്ട് പോയത് കൊണ്ടാണ് ഈ ഒരു ക്ലിയർ നഷ്ടപ്പെട്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവും അവന്റെ ദൂതനും മനുഷ്യരോട് ചെയ്ത നന്മ കഴിഞ്ഞാൽ ഏറ്റവും അധികം നന്മ പ്രവർത്തിച്ചത് മാതാവാണ്. അള്ളാഹുവും അവന്റെ റസൂലും അഥവാ അള്ളാഹുവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മനുഷ്യരോട് ചെയ്ത നന്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്തിരിക്കുന്നത് അവരുടെ മാതാവാണ്. അക്കാരണത്താലാണ് അള്ളാഹുവിന് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞതിനോടൊപ്പം അള്ളാഹു താല തന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കാൻ ഖുർആൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരിലേക്കും നമ്മുടെ മജ്ലിസ് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്വാലിഹായ മക്കളെ അല്ലാഹു തആല തന്നെ അനുഗ്രഹിക്കട്ടെ. ഉപ്പായും ഉമ്മായും ഖബറിലാണ്, അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കട്ടെ. പനിയാണ്, അല്ലാഹു തആല ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. തൊണ്ടവേദനയാണ്, അത് നമ്മുടെ ബറക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് അസുഖമൊക്കെ മാറി അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. കുറവുണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലേക്കും നമ്മുടെ അനുഗ്രഹീതമായ മജ്ലിസ് എത്തിച്ചു കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഗ്രൂപ്പിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാലിഹായ നല്ല ഖൈറായൊരു സ്വന്തമായൊരു വീടുണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു ഖൈറായൊരു വീട് കൊടുക്കട്ടെ. പനിയും തൊണ്ടവേദനയും മാറിയെന്ന് അൽഹംദുലില്ലാഹ്. കുഴൽക്കിണറിൽ വെള്ളം ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലാഹു കുടിക്കാനുള്ള വെള്ളം അവർക്ക് കൊടുക്കട്ടെ. മതിയാകാത്തരത്തോളം വെള്ളം അവർക്ക് അവരുടെ കിണറ്റിൽ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കുടിവെള്ളം അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അതിനുള്ള വഴികൾ അല്ലാഹു എളുപ്പമാക്കട്ടെ. അവന്റെ അനുഗ്രഹമാണ് കുടിവെള്ളം എന്നൊക്കെ പറയുന്നത്. ആ കുടിവെള്ളം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഗർഭം ചുമക്കുകയും പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്തുവെന്നതിനാൽ പിതാവിനേക്കാൾ മാതാവിന് മുൻഗണനയും നൽകപ്പെട്ടിരിക്കുന്നു. മക്കൾക്ക് അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. എത്ര കോടിക്കണക്കിന് രൂപ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിച്ചെന്ന് പറഞ്ഞാലും, എത്ര മലം കോരി അവരെ വൃത്തിയാക്കി കുളിപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും, അവരോടുള്ള കടമകളോ അവരോടുള്ള ഹക്കുകളോ ഒരിക്കലും തീരുകയില്ല. മക്കൾക്ക് അവരോട് തീർത്താൽ തീരാത്ത കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അത് പൂർത്തീകരിക്കുന്നവരാകണം നമ്മൾ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ സന്താനങ്ങൾ നിരന്തരമായി പരിശ്രമിക്കണം. എങ്കിലേ ഈ ലോകത്തും നാളെ പരലോകത്തും പടച്ച തമ്പുരാന്റെ കോടതിയിലും പരലോകത്തും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ നമുക്ക് കഴിയൂ. മാതാപിതാക്കളോട് ഉന്നതമായ സ്വഭാവ വൈശിഷ്ട്യത്തോടെ വർത്തിക്കുക എന്നത് സന്താനങ്ങളുടെ പ്രഥമമായ കടമയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മമാരോട് എത്ര പിണങ്ങിക്കഴിഞ്ഞാലും, ആ ഉമ്മമാരോട് എത്ര ശത്രുത കാണിച്ചാലും, ആ ഉമ്മമാരോട് എത്ര അകന്നു നിന്നാലും, ആ ഉമ്മമാരുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അത് നമുക്ക് എതിരായിട്ടാണെങ്കിലും അനുകൂലമായിട്ടാണെങ്കിലും അല്ലാഹു തആല ആ ദുആ സ്വീകരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അവരെ അകറ്റി നിർത്തിയാലും, എത്ര അവരെ വേദനിപ്പിച്ചാലും, അവരെ നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ ദുആ ചെയ്താൽ ആ പ്രാർത്ഥന സ്വീകരിക്കും. ഒരു സ്ഥലത്ത് പോയാലും നമ്മൾ രക്ഷപ്പെടൂല. എത്ര കച്ചവടം വെച്ചെന്ന് പറഞ്ഞാലും രക്ഷപ്പെടൂല. എത്ര കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞാലും രക്ഷപ്പെടൂല. പൈസയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ അതിൽ ബറക്കത്തുണ്ടാവില്ല. എങ്ങനെ തീർന്നു പോകണമെന്ന് വെച്ചാൽ ഒരു പിടുത്തം ഉണ്ടാവില്ല. പല ആളുകൾ പറയാറുണ്ടല്ലോ, പൈസ കിട്ടണത് മാത്രമേ ഓർമ്മയുള്ളൂ, ഏതൊക്കെ വഴി പോകണമെന്ന് വെച്ചാൽ ഒരു പിടുത്തവും ഇല്ല. അതിലൊന്നും ഒരു ബറക്കത്തുണ്ടാവില്ല. വലിയ എഞ്ചിനീയറിംഗ് ഡോക്ടർമാരൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ഒരു പാകപ്പിഴവ് നിനക്കുണ്ടാകും. എന്തിനേറെ പറയണം, ബഗ്ദാദിൽ ജീവിച്ചിരുന്ന ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയുന്ന ആരിഫായ സൂഫിയായ ഒരു മനുഷ്യൻ നിങ്ങൾക്കറിയാമല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ആ ഉമ്മ അനുകൂലമായോ പ്രതികൂലമായോ നമുക്ക് എതിരിൽ ദുആ ചെയ്താൽ, നമുക്ക് വേണ്ടി എതിരായിട്ടോ അനുകൂലമായിട്ടോ ദുആ ചെയ്താൽ സുബ്ഹാനല്ലാഹ്, അത് ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും വലിയ ആലിമാണെങ്കിലും പണ്ഡിതനാണെങ്കിലും സൂഫിയാണെങ്കിലും എത്ര ആബിദാണെങ്കിലും സുബ്ഹാനല്ലാഹ് ആ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. മൂസാ നബി അലൈഹിസ്സലാം തൂർ സീനാ പർവ്വതത്തിലേക്ക് കയറുമ്പോ അല്ലാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി തൂർ സീനാ പർവ്വതത്തിൽ കയറുമ്പോ കാല് തെറ്റി തട്ടി വീഴാൻ ശ്രമിക്കുമ്പോ അല്ലാഹു തആല വിളിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മൂസാ സൂക്ഷിച്ചു നടക്കണേ മൂസാ, നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നിനക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ. പാതിരാത്രിയുടെ നിശയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അവരെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ. മൂസാ നബിയേ, നിന്റെ ഉമ്മ ഇപ്പോ ജീവിച്ചിരിപ്പില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല പറഞ്ഞു കൊടുത്താണ്, നിന്റെ ഉമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് സൂക്ഷിക്കണേ. ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് അത്രയും പവറുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് ദുആ ചെയ്യാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരോട് ഒന്ന് പറ, ഉമ്മ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. എൻ്റെ മകന് നല്ലത് കൊടുക്കണേ, എൻ്റെ മകന് നല്ലത് പറയാനുള്ള അവസരം കൊടുക്കണേ, എല്ലാവരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള കഴിവും ആരോഗ്യം കൊടുക്കണേ എന്ന് പല സമയങ്ങളിലും ഉമ്മ ദുആ ചെയ്യുന്നത് കണ്ണീരോടെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ദുആയുടെ ഫലം കൊണ്ടായിരിക്കാം ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ നിന്ന് സംസാരിക്കാൻ അല്ലാഹു തആല കഴിവ് തന്നത്. എത്ര മക്കളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്ക്. വലിയൊരു ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ജുനൈദുൽ ബഗ്ദാദ്. നിസ്കാരത്തിലും നോമ്പിലും മറ്റും മുഴുകിയ ജീവിതം, നിസ്കാരം എപ്പോഴും നോമ്പുള്ള ഒരു മനുഷ്യൻ. എല്ലാ ആളുകളിൽ നിന്നും അകന്നു മാറി ദൂരെ ഒരു വിജനമായ സ്ഥലത്ത് ഒരു മൺകുടിൽ നിർമ്മിച്ച് അതിനകത്ത് ആരാധനയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു. ജുനൈദുൽ ബഗ്ദാദ് നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, പല വാളുകളിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം ഉമ്മ ആ ജുനൈദുൽ ബഗ്ദാദ് എന്ന് പറയുന്ന പണ്ഡിതനെ കാണാൻ വരികയാണ്. സൂഫിയായ മനുഷ്യനെ, ആബിദായ മനുഷ്യനെ, എപ്പോഴും നിസ്കരിക്കുന്ന ഒരു സമയം പോലും നിസ്കരിക്കാതിരിക്കൂല. എപ്പോഴും സുന്നത്ത് നിസ്കാരം, ഫർദ് നിസ്കാരം, അതുപോലെ തന്നെ ദിക്റുകളും തഹ്ലീലുകളും തസ്ബീഹുകളും, അതുപോലെ എല്ലാ ദിവസവും നോമ്പും ഒക്കെ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന വിദൂരതയിൽ ഒരു മൺകുടിൽ നിർമ്മിച്ച് അതിനകത്ത് ആരാധനയിൽ കഴിഞ്ഞുകൂടുന്ന മഹാൻ. ഒരു ദിവസം ആ മഹാന്റെ പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് ഈ മകനെ വിളിക്കുകയാണ്, മോനെ ജുനൈദേ, മോനെ ജുനൈദേ. സുബ്ഹാനല്ലാഹ്, മകൻ നിസ്കരിക്കുകയാണ്. മോനെ ജുനൈദേ. പുറത്തു നിന്ന് ഉമ്മ വിളിക്കുകയാണ്. മകൻ അപ്പോൾ അകത്ത് നിസ്കരിക്കുന്നു. ഉമ്മയുടെ ശബ്ദം കേട്ടിട്ട് സുബ്ഹാനല്ലാഹ്, ഉമ്മയുടെ ശബ്ദം കേട്ടിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ആശയക്കുഴപ്പത്തിലായി. നിസ്കാരം തുടരണോ അതല്ല ഞാൻ ഉമ്മയുടെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യണോ? നിസ്കാരമല്ലേ വലുത്, പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്നതല്ലേ വലുത്, നിസ്കാരമല്ലേ വലുത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം നിസ്കാരം തുടരുകയാണ്. ഉമ്മ കുറെ നേരം ആ മൺകുടിലിന്റെ മുന്നിൽ ജുറൈജ് ഇറങ്ങി വരുന്നതും കാത്തു നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്,
ജുറൈജ് വിളി കേൾക്കുന്നില്ല, ജുറൈജ് ഇറങ്ങി വരുന്നില്ല. ആ ഉമ്മ നിരാശരായിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ്. രണ്ടാമത്തെ ദിവസവും ഉമ്മ തിരിച്ചു വന്നിട്ട് രണ്ടാമത്തെ ദിവസവും ജുറൈജിന്റെ അടുക്കലേക്ക് ഉമ്മ വന്നിട്ട് വിളിക്കുന്നു, മോനെ ജുറൈജേ. അപ്പോഴും ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുകയാണ്. വാ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും ആശയക്കുഴപ്പത്തിലായി. ഞാൻ നിസ്കരിക്കുകയല്ലേ, ഉമ്മയേക്കാൾ വലുത് പടച്ച തമ്പുരാനല്ലേ, കൈയഴിക്കണോ, ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കണോ? ജുറൈജ് റളിയല്ലാഹു തആല അൻഹു വിളിക്ക് ഉത്തരം കൊടുത്തില്ല. നിരാശയോടുകൂടി ഉമ്മ തിരിച്ചു പോവുകയാണ്. മൂന്നാമത്തെ ദിവസവും ഉമ്മ മടങ്ങി വരികയാണ്, ജുറൈജിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി. മൂന്നാമത്തെ ദിവസവും വന്നിട്ട് വാതിലിന്റെ മുന്നിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജേ. അപ്പോഴും മകൻ നിസ്കാരത്തിലാണ്. ഉമ്മ ആ മകനെ തെറ്റിദ്ധരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ ആബിദായ മനുഷ്യനാണല്ലോ, വലിയ നിസ്കാരമുള്ള മനുഷ്യനാണല്ലോ, വലിയ ഔറാദുകളുള്ള മനുഷ്യനാണല്ലോ, പക്ഷേങ്കില് എന്റെ വിളിക്ക് ഉത്തരം നൽകാത്ത മകനോ, നീ നിസ്കരിച്ചിട്ട് എന്താടാ കാര്യം? ഉമ്മാക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഉമ്മ മകനെ തെറ്റിദ്ധരിച്ചു. എന്റെ മുഖമൊന്ന് കാണാൻ നിനക്ക് സമയമില്ലെന്നോ? എന്റെ മുഖമൊന്ന് കാണാൻ നിനക്ക് സമയമില്ലേ? എന്റെ മുഖമൊന്ന് കാണാൻ നിനക്ക് പറ്റില്ലേ? സുബ്ഹാനല്ലാഹ്. എങ്കിൽ പടച്ചവനെ, ആ ഉമ്മ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ ഒരു വേശ്യയുടെ മുഖത്ത് നോക്കിയിട്ടല്ലാതെ നീ അവനെ മരിപ്പിക്കല്ലേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. വലിയ നിസ്കാരമുള്ള മനുഷ്യൻ, വലിയ ആബിദായ മനുഷ്യൻ, ദുആക്ക് ഉത്തരം കിട്ടുന്ന മനുഷ്യൻ, ഏത് സമയത്തും നിസ്കാരത്തിലും ഔറാദിലും കഴിഞ്ഞു പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യനിക്ക് എതിരായിട്ട് ആ മനുഷ്യന്റെ ഉമ്മ ദുആ ചെയ്യുകയാണ്, നീ ഒരു വേശ്യയുടെ മുഖത്ത് നോക്കിയിട്ടല്ലാതെ അവനെ നീ മരിപ്പിക്കരുതേ അല്ലാഹ്. ആ ഉമ്മ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. പ്രാർത്ഥിച്ചത് ഉമ്മയല്ലേ, പടച്ച തമ്പുരാൻ തട്ടിക്കളയുമോ? ആ പ്രാർത്ഥന ഫലിക്കാതിരിക്കുമോ? സുബ്ഹാനല്ലാഹ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. അതിന് വഴിയൊരുങ്ങുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ചരിത്രം നിങ്ങൾ പല സമയത്തും കേട്ടിട്ടുണ്ടാകും. എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് മജ്‌ലിസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മജ്‌ലിസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്, ആശ്വാസമാണ്, സമാധാനമാണ്, സന്തോഷമാണെന്ന് നിങ്ങൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈക്കിലൂടെ നിങ്ങൾ അറിയിക്കണം. മറ്റുള്ള ആളുകളിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കണം. പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ കേൾക്കട്ടെ, പിണക്കങ്ങൾ മാറ്റട്ടെ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തിരിച്ചു വരട്ടെ. പിണക്കങ്ങളൊക്കെ മാറ്റി വാപ്പയോട്, ഉമ്മയോട്, ബന്ധുക്കളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു കുടുംബം നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാവരിലേക്കും നിങ്ങൾ പരമാവധി എത്തിച്ചു കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയ്യത്തുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു ഏറ്റെടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേര് വസിയത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ കമന്റുകൾക്ക് ഞാൻ ഉത്തരം പറയാം. നമ്മളിതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ പിന്നെ അതൊരു മുറിഞ്ഞു പോകും. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചത് ഉമ്മയാണ്. ആ പ്രാർത്ഥന ഫലിക്കാതിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഫലിക്കാതിരിക്കും? ഉമ്മയല്ലേ പ്രാർത്ഥിച്ചത്? നിസ്കാരമുള്ള മനുഷ്യൻ, നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ, സൽക്കർമ്മങ്ങളുള്ള മനുഷ്യൻ. നോക്ക്, മഹാഭക്തനായ ജുറൈജ് കാലങ്ങൾക്ക് ശേഷം എല്ലാവരും അറിയപ്പെടുന്ന തരത്തിൽ വലിയൊരു പണ്ഡിതനായി, വലിയൊരു സൂഫിയായി, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദുആ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി, ദുആ ചെയ്യിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? ആളുകളൊക്കെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. ആളുകളൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. നാട്ടിലൊക്കെ പരന്നു. നോക്ക്, വലിയൊരു ആബിദായ മനുഷ്യൻ. ആ മനുഷ്യന്റെ പവർ നോക്കിയേ. നമ്മളിപ്പോ പറയുമല്ലോ, മറ്റേ തങ്ങളെ, എന്ത് വലിയ മഹത്വമുള്ള തങ്ങള് അല്ലേ? ആ തങ്ങളുടെ അടുത്ത് പോയാൽ നമുക്ക് എന്ത് ആശ്വാസമാണെന്നറിയോ, എന്ത് സമാധാനമാണെന്നറിയോ? ആ തങ്ങളുടെ ദുആ കേൾക്കുമ്പോൾ എന്ത് അനുഗ്രഹമാണെന്നത്, എന്ത് റാഹത്തെന്നറിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ, നാട്ടുകാരൊക്കെ ജുറൈജിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ആ മനുഷ്യൻ എപ്പോഴും നിസ്കാരം, എന്തൊരു
ആബിദ് നോക്കി, എന്തൊരു ഈമാനം നോക്കി, എന്തൊരു ബറക്കത്ത് നോക്കി. 24 മണിക്കൂർ നിസ്കരിക്കുന്ന ഒരു മനുഷ്യനല്ലേ. സുബ്ഹാനല്ലാഹ്. ആളുകളൊക്കെ ഇങ്ങനെ വാഴ്ത്തി പാടാൻ തുടങ്ങി ജുറൈജ് റളിയല്ലാഹു തആലാനെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിലൊരു വേശ്യാ പെണ്ണ് പ്രത്യക്ഷപ്പെടുന്നത്. വേശ്യാ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ സുന്ദരി എന്ന് പറഞ്ഞാൽ പോരാ, അതീവ സുന്ദരിയായൊരു വേശ്യയായൊരു പെണ്ണ്. സൗന്ദര്യത്തിന് ഉപമയാക്കാറുണ്ട് നാട്ടുകാരെല്ലാവരും. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അതുപോലെ ഇരിക്കണം. മാദകത്തിടമ്പുള്ള, കണ്ടാൽ എല്ലാവരും എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്ന, എല്ലാവരെയും ആകർഷിക്കുന്ന നല്ല സുന്ദരിയായ ഒരു തരുണീമണിയായ ഒരു വേശ്യയായ ഒരു പെണ്ണ് ആ നാട്ടിലുണ്ടായിരുന്നു അത്രേ. തന്റെ സൗന്ദര്യത്തിൽ ആരും വീണുപോകുമെന്ന് വിശ്വാസമുള്ള അവൾ വെല്ലുവിളിച്ചു. അവൾ നാട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ വലിയ ആബിദ് എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വലിയ മുത്തഖി എന്ന് പറയുന്നുണ്ടല്ലോ, വലിയ സൂക്ഷ്മതയുള്ള മനുഷ്യനാണെന്ന് പറയുന്നുണ്ടല്ലോ, ആ മനുഷ്യനെ ഞാൻ ചതിച്ച് വീഴ്ത്തും, നിങ്ങൾ നോക്കിക്കോ. ആ മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം, ഞാൻ ആ മനുഷ്യനെ വഴിവിഴപ്പിക്കണം, ഞാൻ കാണിച്ചു തരാം. എല്ലായിടത്തും വെല്ലുവിളിച്ചു. മറ്റേ ഏത് സംഭവം എന്ന് പറയും, ഈ സംഭവം പറയുമ്പോൾ നമുക്ക് സുലൈമാൻ നബിയുടെ സംഭവം പറയേണ്ടി വരും. സുലൈമാൻ നബിയെ കടന്നു പിടിച്ചതാര്? സുലൈഖ ബീവി. സുലൈമാൻ നബിയെ എടുത്ത് ഇഷ്ടം തോന്നിയപ്പോ കടന്നു പിടിച്ച സംഭവം. അവസാനം അവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്നപ്പോ സുലൈമാൻ നബിയെ കൊണ്ടുപോയി ജയിലിലടച്ചു. അവസാനം എന്ത് ചെയ്തു? പെണ്ണുങ്ങൾ, കൂട്ടുകാരികളൊക്കെ, സുലൈഖ ബീവിയുടെ കൂട്ടുകാരികളൊക്കെ കളിയാക്കാൻ തുടങ്ങി. നീ എന്തൊരു പെണ്ണടെ, ഒരാണിനെ കണ്ടിട്ടില്ലേ, കയറി പിടിക്കാൻ പോയേക്കണം. അപ്പൊ സുലൈഖ ബീവി പറഞ്ഞു, സുലൈമാൻ നബിയെ കണ്ടാലുണ്ടല്ലോ ഏത് പെണ്ണും ഒന്ന് ആഗ്രഹിക്കും, ഏത് പെണ്ണും ഒന്ന് കൊതിക്കും. ലോകത്തിന്റെ പകുതി 1/4% സൗന്ദര്യം കൊടുത്തിരിക്കുന്നത് സുലൈമാൻ നബിക്ക് അല്ല, സുലൈമാൻ നബിക്കാണ്. സുലൈമാൻ നബിക്കല്ല, യൂസുഫ് നബിക്ക്. സോറി കേട്ടോ, യൂസുഫ് നബിക്ക്. സോറി, ക്ഷമിക്കണം കേട്ടോ, സുലൈമാൻ നബി അല്ല, തിരിഞ്ഞു പോയതാണേ. യൂസുഫ് നബി. അതെ, യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഈ ലോകത്തിന്റെ 1/4% സൗന്ദര്യം കൊടുത്തിരിക്കുന്നു യൂസുഫ് നബിക്ക്. അതെ, തിരിഞ്ഞു പോയതാണ്. സോറി. ഒക്കെ നാവിനൊരു പിഴവൊക്കെ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കണ്ടേ. ഇനിയിപ്പോ ട്രോള് വരുമെന്ന് എനിക്കറിയത്തില്ല, അല്ലാഹു അലം. എന്തായാലും സുലൈഖ ബീവിയും യൂസുഫ് നബി അലൈഹിസ്സലാമും പിന്നീട് വിവാഹം കഴിച്ചു. പിന്നെ അവരെ ഒന്നിച്ച് താമസിച്ച പിന്നീട് ചരിത്രം. അപ്പൊ എന്ത് ചെയ്തു? സുലൈഖ ബീവി എടുത്ത് പെണ്ണുങ്ങളെന്ന് പറയും, നിനക്ക് നാണമില്ല യൂസുഫ് നബിയെ എന്ത് ചെയ്യാ പോലെ കയറി പിടിക്കാനൊക്കെ. അപ്പൊ സുലൈഖ ബീവി പറഞ്ഞു, ഏത് പെണ്ണ് കണ്ടാലും ഒന്ന് ആഗ്രഹിക്കൂടെ, ഒന്ന് കൊതിക്കും അതുപോലെ ഒരു ചെറുക്കനെ കിട്ടാൻ, കല്യാണം കഴിക്കാൻ. അപ്പൊ എനിക്കും സ്വാഭാവികമായിട്ട് എനിക്കും തോന്നി, ഞാൻ കയറി പിടിച്ചതാ. അങ്ങനെ സുലൈഖ ബീവി നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിട്ട് ഒരു ആപ്പിള് കയ്യിൽ കൊടുത്ത്, ഒരു കത്തിയും കയ്യിൽ കൊടുത്തിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇങ്ങനെ അവരുടെ മുമ്പിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോയി. വെല്ലുവിളിച്ചു സുലൈഖ ബീവി എന്നതുപോലെ അങ്ങനെ നടത്തിക്കൊണ്ടുപോയപ്പോഴത്തേക്ക് പെണ്ണുങ്ങളെല്ലാവരും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഇങ്ങനെ ആപ്പിൾ മുറിച്ചുകൊണ്ടിരിക്കുക. മുറിച്ച് എന്ത് ചെയ്യുന്നു? അവസാനം കൈയും വിരലും അങ്ങ് മുറിച്ചളഞ്ഞു. ആരും അറിഞ്ഞില്ല. യൂസുഫ് നബി അലൈഹി സ്വലാം പോയി കഴിഞ്ഞപ്പോ കൈതട്ടി വിളിച്ചു, സുലൈഖ ബീബി കൈതട്ടി വിളിച്ച, പെണ്ണുങ്ങളെ ഇങ്ങോട്ട് നോക്ക്, നിങ്ങളെ കൈയിലെ വിരലെവിടെ പോയി? വിരലൊക്കെ ചെത്തി അങ്ങ് കളഞ്ഞു. അത്രയും സൗന്ദര്യമുണ്ടായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാമിന്. എന്നതുപോലെ ഈ പെണ്ണ് വെല്ലുവിളിക്കുകയാണ്, ജുറൈജിനെ ഞാൻ വീഴ്ത്തി കാണിച്ചു തരാം. ജുനൈദിന് അത്രയ്ക്ക് സൗന്ദര്യം അല്ലെ, അത്രയ്ക്ക് ഇബാദത്തോ, അത്രയ്ക്ക് സൂക്ഷ്മതയോ ഞാൻ വീഴ്ത്തി കാണിച്ചു തരാം. തട്ടത്തുമലയിലുള്ള എന്താണ് തട്ടത്തുമല, സലീം ഷാനിഫ കാളിയിൽ വീട് തട്ടത്തുമല. ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഭർത്താവിന് എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല അവരുടെ അസുഖത്തിനൊക്കെ അല്ലാഹു ശിഫാവ് കൊടുക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഖൈറും ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഏറ്റെടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും ഞാൻ ദുആ ചെയ്യാം. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ആ പെണ്ണ് വെല്ലുവിളിക്കുകയാണ്, ഞാൻ ജുറൈജിനെയും വീഴ്ത്തും. ചമഞ്ഞൊരുങ്ങി അവൾ ജുറൈജിനെ സമീപിച്ചു. ചമഞ്ഞൊരുങ്ങി മന്ദം ജുറൈജ് റളിയല്ലാഹു തആല നിസ്കരിക്കുന്ന കുടിലിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, എന്തൊക്കെ കോഷ്ടികൾ കാണിക്കുന്നു. പക്ഷേ ജുറൈജ് ഉണ്ടല്ലോ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല.
സ്വാഭാവികല്ലേ? ഏതെങ്കിലും ഒരു പെണ്ണിനെ നമ്മൾ ദേഷ്യപ്പെടുത്തിയാൽ പിന്നെ അവർക്ക് ഇരട്ടി ദേഷ്യമായിരിക്കും. അവര് എങ്ങനെയെങ്കിലും നമ്മളെ നാണം കെടുത്തിയിട്ട് അടങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവര് കച്ച കെട്ടിയാറ്. അവൾ എന്ത് ചെയ്തു? അവസാനം നാണക്കേടും പകയും വന്നിട്ട് ജുറൈജ് എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ലല്ലോ. അവൾക്ക് നാണക്കേടും പകയുമായി. എന്റെ സൗന്ദര്യത്തിൽ വീഴാത്ത മനുഷ്യനോ, എന്റെ സൗന്ദര്യത്തിൽ വീഴാത്ത മനുഷ്യനോ ആളുകൾ അറിയുമ്പോൾ അതെനിക്കൊരു കുറച്ചിലല്ലേ? അവൾ പരിഹാരം കാണുകയാണ്. ഈ പെണ്ണ് സുബ്ഹാനല്ലാഹ് പോയിട്ട് ഒരു ആട്ടിടയനുമായിട്ട് ഗർഭം ധരിക്കുകയാണ്. ആട്ടിടയനുമായിട്ട് ശയിച്ചു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ആ പെണ്ണ് പ്രസവിച്ചു. ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഈ പെണ്ണ് പറയാൻ തുടങ്ങി നാട്ടുകാരെടുത്ത് മൊത്തം, അതെ നിങ്ങൾ പറഞ്ഞല്ലോ വലിയ സൂഫിയാണെന്ന്, വലിയ സൂക്ഷ്മതയുള്ള മനുഷ്യനാണെന്ന് ജുറൈജ്. ജുറൈജിന്റെ മകനാണിത്. സംശയമുണ്ടോ നിങ്ങൾക്ക്? ജുറൈജിന്റെ മകനാണിത്. വേശ്യയായ പെണ്ണല്ലേ പറയണത്. സുബ്ഹാനല്ലാഹ്, നാട്ടുകാരത് വിശ്വസിക്കാതിരിക്കുവോ? സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ജുറൈജിന്റെ മകനാണെന്ന്. നമ്മൾ ഇത്രയും നാളും തങ്ങളാണ്, സൂഫിയാണ്, ആലിമാണ്, പണ്ഡിതനാണ്, സ്വാത്വികനാണ്, അതുപോലെ തന്നെ സൂക്ഷ്മത പുലർത്തുന്ന ആളാണ്, അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത ആളാണെന്നൊക്കെ വാഴ്ത്തിപ്പാടിയ മനുഷ്യന് ഈ വ്യഭിചാരത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായെന്നോ? സുബ്ഹാനല്ലാഹ്, നാട്ടുകാർക്ക് ദേഷ്യം അങ്ങോട്ട് എരച്ചില്ലേ. ഇത്രയും നാള് സപ്പോർട്ട് ചെയ്തവർ, ഇത്രയും നാളും അനുകൂലിച്ചു നിന്നവർ എല്ലാവരും കൂടെ കച്ചകെട്ട് ഇറങ്ങി വാളും പരിചയും തീയും പുകയുമായിട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മൺകുടിൽ മൊത്തവും അടിച്ച് തകർത്ത് അദ്ദേഹത്തിനെ പുറത്തേക്ക് വലിച്ചിറക്കിയിട്ടിട്ട് കാരണങ്ങളൊന്നും അന്വേഷിക്കാതെ ഒന്നും പറയാതെ തന്നെ അവരുടെ കലിപ്പ് മൊത്തവും ആ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ തീർത്തു കൊടുക്കും. ഒരു വ്യഭിചാര കേസല്ലേ? ആൾക്കാർ വെറുതെ ഇരിക്കുവോ? അങ്ങനെ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പുറത്തേക്ക് വലിച്ചിറക്കിയിട്ട് നാട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് പഞ്ഞിക്കിട്ടു. അപ്പോ ആളുകളൊക്കെ ഒന്ന് ശാന്തരായി. അടിയൊക്കെ കഴിഞ്ഞ് നാട്ടുകാരും ക്ഷീണിച്ചു. നാട്ടുകാരൊക്കെ എന്ത് ചെയ്തു? ക്ഷീണിച്ച് എങ്ങനെ ഇരിക്കുമ്പോഴാണ്, സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് ജുറൈജ് ചോദിച്ചത്, അല്ല നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചത്? അതെ, നീ ആ വ്യഭിചാരിയായ പെണ്ണിനൊരു കുഞ്ഞിനുണ്ടാക്കി കൊടുത്തോ? ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഞെട്ടിപ്പോയി. പെണ്ണോ? ഏത് പെണ്ണ്? ആ പെണ്ണിനെയും വിളിക്ക്, കുഞ്ഞിനെയും വിളിക്കാൻ പറഞ്ഞു. പെണ്ണിനെയും വിളിച്ചു, ആ കുഞ്ഞിനെയും കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, തൊട്ടിലിൽ കിടക്കുന്ന പ്രായമുള്ള ആ പൊന്നുമകനോട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, മകനേ, ഞാനാണോ നിന്റെ പിതാവ്? ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെയും അവിടത്തെ ആളുകളെ എല്ലാവരെയും നാട്ടുകാരെയും എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന ആ വ്യഭിചാരിയുടെ പെണ്ണ് സംസാരിച്ചു, അല്ല, ഈ ജുറൈജ് നിരപരാധിയാണ്. എന്റെ പിതാവ് അല്ല, അവിടെ കാണുന്ന ആട്ടിടയനാണ്. തൊട്ടിലിൽ കിടന്ന് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചതുപോലെ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം ജുറൈജ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കുട്ടിയും സംസാരിച്ചു. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കൊണ്ടോട്ടിയിൽ റാലിയാണെന്ന് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, അവിടെ എല്ലാവരെയും സ്വീകരിക്കട്ടെ, അല്ലാഹു എല്ലാവരുടെ മുറാദും ഹാസിലാക്കട്ടെ. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനോട് മാപ്പ് ചോദിച്ചു. അയ്യോ, ഞങ്ങൾക്ക് അറിയാതെ സംഭവിച്ചു പോയതാണ്. ഒരു കുഞ്ഞല്ലേ സംസാരിക്കുന്നത്? സംസാരിക്കാൻ കഴിവില്ലാത്ത ആ പ്രായമാകാത്ത ഒരു കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു. അത്ഭുതമാണത്. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച 3 കുഞ്ഞുങ്ങളിൽ ഒരാള്, ഒന്ന് ഈ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവത്തിലുള്ള ഈ കുഞ്ഞാണ്, മറ്റൊന്ന് ഈസാ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ആരാണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഉമ്മാടെ മടിത്തട്ടിലിരുന്ന് പാല് കുടിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ്. ഖുർആൻ അത് ആ കുഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു ചരിത്രമല്ല, എന്നാൽ ഒരു യഥാർത്ഥമായ ഒരു സംഭവമാണ്. പറഞ്ഞതാരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്തിനാണ് പഠിപ്പിച്ചു കൊടുത്തതെന്നറിയുമോ? ഈ ചരിത്ര കഥയിൽ, ഈ സംഭവത്തിൽ, ഈ യാഥാർത്ഥ്യ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. ഒരു ഗുണപാഠമുണ്ട്. ഉമ്മ എത്ര കൊള്ളാത്തവരാണെങ്കിലും, ഉമ്മ എത്ര വേണ്ടാത്തവരാണെങ്കിലും, ആ ഉമ്മയെ നമ്മൾ വേദനിപ്പിച്ചാൽ, സങ്കടപ്പെടുത്തിയാൽ, ഒറ്റപ്പെടുത്തിയാൽ, കുറ്റപ്പെടുത്തിയാൽ, അവരുടെ കണ്ണീര് ഭൂമിയിൽ നമ്മൾ കാരണം വീണാൽ, അവര് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ളതിനുള്ള തെളിവായിട്ട്, ഒരു ഗുണപാഠമായിട്ട് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ചരിത്ര കഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ഉമ്മാടെ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തില് ഇന്നത്തെ ലൈവ് ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ ഉമ്മമാര്. ആ ഉമ്മമാരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാകും അറിഞ്ഞും അറിയാതെയും. ആ ഉമ്മമാരെ നമ്മൾ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും അറിഞ്ഞും അറിയാതെയും. ആ ഉമ്മമാരെ നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും അറിഞ്ഞും അറിയാതെയും. ആ ഉമ്മമാരെ നമ്മൾ തല്ലിയിട്ടുണ്ടാകും അറിഞ്ഞും അറിയാതെയും. സുബ്ഹാനല്ലാഹ്, അവരുടെ ഒരു കണ്ണീരങ്ങാണം അത് ഭൂമിയിലേക്ക് വന്ന് വീണാൽ ഭസ്മമായി പോകും. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല നമ്മളെ ശിക്ഷിക്കാൻ കാരണമാകും. മറ്റു എന്ത് തെറ്റ് ചെയ്താലും നാളെ പാരത്രിക ലോകത്ത് വെച്ച് പടച്ച തമ്പുരാൻ നമ്മളെ ശിക്ഷിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല ശിക്ഷിക്കുന്ന ഒരു വിഭാഗം അത് ഉമ്മയെ വേദനിപ്പിച്ചവരാണ്, അത് ഉമ്മയെ കണ്ണീര് കുടിപ്പിച്ചവരാണ്. ഉമ്മ ചാപം മേടിച്ച ഏത് ലോകത്ത് പോയാലും പൊന്നുമോനെ നീ രക്ഷപ്പെടൂല. അതാണ് ഇന്നത്തെ ലൈവിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ഗുണപാഠം. ആ പ്രാർത്ഥന നമുക്ക് അനുകൂലമായിട്ട് ഉമ്മമാര് പ്രാർത്ഥിക്കണം, അല്ലാതെ എതിരായിട്ട് പ്രാർത്ഥിക്കരുത്. അനുകൂലമായിട്ട് പ്രാർത്ഥിക്കണം. അതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവായിട്ടും ഗുണപാഠം എന്നോണമാണ് ഈ ചരിത്ര കഥ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോ ഉമ്മാടെ പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. ദ മോസ്റ്റ് വെപ്പൺ, അതിനേക്കാളും വലിയ പവറുണ്ട് ഉമ്മാടെ പ്രാർത്ഥന. ഒരു ഉസ്താദിന്റെ ദുആയേക്കാൾ അവരവരുടെ ഉമ്മമാരുടെ പ്രാർത്ഥന, ഉപ്പമാരുടെ പ്രാർത്ഥന, അതിന് പവറുണ്ട്, പവർഫുള്ളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യാൻ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഉമ്മമാരോട് ഒന്ന് പോയിട്ട് പറയ് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ മുറാദുകളും. ഉമ്മ, എനിക്ക് വേണ്ടി നിങ്ങൾ മുസല്ലയിലിരുന്ന് പടച്ച തമ്പുരാനോട്, അള്ളാഹുവിനോടൊന്ന് കരഞ്ഞു ദുആ ചെയ്യ്. നിങ്ങളുടെ പ്രാർത്ഥന പടച്ച തമ്പുരാൻ സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല എന്ന് നിങ്ങളുടെ ഉമ്മമാരോടൊന്ന് പറയ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് വസിയത്ത് ചെയ്യ്. ആ ഉമ്മമാരെ കൊണ്ടൊരു ദുആ ചെയ്യിപ്പിക്ക്. പ്രിയപ്പെട്ട ഉമ്മമാരെ, അങ്ങനെ നിങ്ങളുടെ മക്കൾ വന്നിട്ട് നിങ്ങളെടുത്ത് വന്ന് പറഞ്ഞാൽ ഒന്ന് പോടി അവിടെ നിന്ന്, എന്റെ ദുആ സ്വീകരിക്കുന്ന ആര് പറഞ്ഞു? അങ്ങനെയല്ല, നിങ്ങളുടെ ദുആ സ്വീകരിക്കും. നിങ്ങൾ മഹത്വമുള്ളവരാണ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമി ലോകത്ത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും കഴിഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ഒരേ ഒരാള് അതാരാ? ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന 564 പേരുണ്ടെങ്കിലും അവരും പറയണം. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും കഴിഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത്, ഗുണം ചെയ്യുന്നത് ആരാ? ഉമ്മയില്ലാത്തവരുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ യത്തീംഖാനയിൽ പഠിച്ച, തട്ടത്തുമൽ യത്തീംഖാനയിലാണ് ഞാൻ പഠിച്ചത്, എൻ്റെ കൂടെ യത്തീംഖാനയിൽ പഠിച്ച സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മലപ്പുറത്താണ് താമസിക്കുന്നത്. JCBയുടെ ഒക്കെ പണിയാണ്. അപ്പോൾ എന്നെ ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ എന്നെ വിളിച്ച്, ഞാൻ ഇന്നലെ ലൈവ് കണ്ടു. ഞാൻ സാധാരണ കമന്റ് ചെയ്യാറില്ല ഉസ്താദ്, ഇന്നലത്തെ എൻ്റെ ലൈവിൻ്റെ കമന്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് നിങ്ങൾ കാണും. ആ പൊന്നുമകന്റെ വാപ്പയും ഉമ്മയും എന്ത് ചെയ്തു? കളഞ്ഞിട്ട് പോയി. വാപ്പയും ഉമ്മയും കളഞ്ഞിട്ട് പോയി. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂര് തട്ടത്തുമല എന്ന് പറയുന്ന ജാമിഅ ഹിദായ ഇസ്ലാമിയ എന്ന് പറയുന്ന അനാഥ അഗതികൾക്കൊരു അഭയസ്ഥാനം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 10-15 വർഷം പഠിച്ചവനാണ് ഈ വിനീതൻ. എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞനുജൻ, ആ അനുജൻ ഇന്നലെ എന്റെ ലൈവ് കണ്ടിട്ട് വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നലെ നിങ്ങൾ എന്റെ ഉമ്മാക്ക് വേണ്ടി എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു ലൈവ് ചെയ്തല്ലോ, ആ ലൈവ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഉസ്താദേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ
കാണുമ്പോ എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായിട്ടൊഴുകി. എന്തേ കാരണം? ആ പൊന്നുമകനെ യതീംഖാനയിൽ കൊണ്ടു ചേർക്കാൻ കാരണം എന്തെന്നറിയുമോ? പ്രസവിച്ചതിന് ശേഷം ആ ഉമ്മയും വാപ്പയും അവനെ കളഞ്ഞിട്ട് പോയി. ആ ഉമ്മ വാപ്പയും ഇപ്പൊ എവിടെയാണെന്നറിയില്ല. അങ്ങനത്തെ 100 പൊന്നുമക്കൾ ഇപ്പോഴും ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും ആ സ്ഥാപനത്തിൽ പഠിച്ചു പോയവനാണ്. ആ പൊന്നുമകന് വന്ന് കണ്ണീരോടെ വന്നിട്ട് പറയുകയാണ്, ഉസ്താദേ, അത് കേട്ടപ്പോ വല്ലാതെ സങ്കടം തോന്നി, നെഞ്ചു പടങ്ങി. എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉമ്മയില്ലല്ലോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്റെ വാപ്പയില്ലല്ലോ, അവരെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണേ. നല്ലൊരു ഇണയെ കിട്ടാൻ വേണ്ടി ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. മലപ്പുറത്ത് ഒരു ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഉമ്മയില്ലാത്തവർക്ക്, വാപ്പയില്ലാത്തവർക്ക് അതിന്റെ വിലയറിയാ. ഉമ്മയുള്ള നമുക്കതിന്റെ വിലയറിയോ? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയില്ല എന്ന് പറയുന്നത് എത്രയോ സത്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം എന്നോട് നിങ്ങൾ വസിയത്ത് ചെയ്യുന്നതിന് മുമ്പ് പുന്നാര നിങ്ങളുടെ ഉമ്മയോട് പോയിട്ടൊന്ന് പറയൂ, ഉമ്മ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ അടുക്കലേക്ക് എത്ര പിണങ്ങി കഴിയുന്ന മക്കൾ വന്നിട്ട് പറഞ്ഞാലും നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൊടുക്കണേ. നിങ്ങൾ അവർക്ക് വേണ്ടി ഒറ്റ വാക്കിലെങ്കിലും ഒരു ദുആ ചെയ്തു കൊടുക്കണേ. അത് പടച്ച തമ്പുരാന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ദുആയ, അല്ലാഹു തട്ടിക്കളയാത്ത ദുആയ, അല്ലാഹു സ്വീകരിക്കുന്ന ദുആയാണ്. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. പലർക്കും ഉമ്മയില്ല, പലർക്കും വാപ്പയില്ല, പലരും ഇന്ന് ഖബറിലാണ്. സ്വർഗം കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ ഉമ്മാണ് അല്ലാഹു ജീവിച്ചിരിക്കുന്ന ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അധികവും ഉമ്മമാരാണ്, ഉപ്പമാരാണ്. റബ്ബേ, അവരുടെ വീടുകളിൽ രോഗശയ്യയിൽ കിടക്കുന്നവരുമുണ്ടാകും. അല്ലാഹു അവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ ഗുരുത്വവും പൊരുത്തവും നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, അവരുടെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അവരുടെ ദുആയിൽ നീ ഞങ്ങളെ പങ്കു ചേർക്കണേ അല്ലാ. അവരുടെ ശാപം പേറുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ, നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. നീ അവരുടെ ശാപം പേറി ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അല്ലാഹുവേ, നരകത്തിന്റെ വെന്തുരുകുന്ന അടിയാറുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ദുആഇനെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ, നീ സ്വീകരിക്കുന്ന മജ്ലിസാക്കണേ അല്ലാ. അല്ലാഹുവേ, ആയിരക്കണക്കിന് പേര് ആമീൻ പറയുന്ന അനുഗ്രഹീതമായ മജ്ലിസാണ്, നീ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹു ഒരു പ്രതീക്ഷയോടെ ആമീൻ പറയുകയാണ്. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. അവിടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ, അവിടെ നിയ്യത്തുകളെ കബൂലാക്കണേ അല്ലാ. അവരിലുള്ള രോഗികൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, സിഹത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ, കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ, കടക്കാരാക്കല്ലേ അല്ലാ, ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. എല്ലാവരും ഞങ്ങൾക്ക് മജ്ലിസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കിലൂടെ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കണം, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല കബൂൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കുറച്ച് സലാത്ത് ചൊല്ലിയാലും 698 പേരുണ്ട്. നിങ്ങൾക്കുള്ള മുറാദുകൾ ഹാസിലാകുന്നതിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് മക്കത്തൂദിത്ത റസൂലേ പൂത്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിൻ കഠിന സമയത്തും
ഉമ്മത്തി എന്നു രത്തോരേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. പഠിച്ചവൻ അല്ലാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ സ്വലാത്തുകളിലെ സ്വീകരിക്കട്ടെ. ആ സ്വലാത്തുകൾ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങളുടെ മുത്തിന്റെ പച്ചക്കൊട്ടാരത്തിലെ റബ്ബേ ആ മരതകമൂറുന്ന ആ കൊട്ടാരത്തിലേക്ക് റബ്ബേ ഞങ്ങളുടെ കൽബിന്റെ രാജകുമാരൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷരീഫിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗികൾക്ക് രോഗശമനം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സന്തോഷം നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, നിഅമത്ത് നൽകണേ അല്ലാഹ്. ചേളാരിയിൽ നിന്നും മലപ്പുറത്ത് നിന്നും കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും പിന്നെ പൊന്നാനിയിൽ നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും അതുപോലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വസിയത്തുകൾ എന്നേക്കാളുപരി അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന അത് നിഷ്കളങ്കത ഉള്ളതാണെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. നിങ്ങളുടെ ആമീൻ അല്ലാഹു കബൂൽ ചെയ്യും. അല്ലാഹു തആല അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ലൈവിൽ എന്താ പറഞ്ഞത് പറയ്. 662 പേര് ഈ മജ്ലിസ് കാണുന്നുണ്ടെങ്കിൽ പറയണം ഇന്നത്തെ ലൈവിൽ എന്താ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഞാൻ എങ്ങനെയായിരിക്കും നിങ്ങളൊരു തീരുമാനം എടുത്ത് ഇത് പറയണം, പറഞ്ഞിട്ട് പോകണം ഇൻഷാ അല്ലാഹ്. എന്നിട്ടേ നമ്മൾ ദുആ ചെയ്യണുള്ളൂ. എല്ലാവരും പറ, ഇന്നത്തെ മജ്ലിസിൽ എന്താ പറഞ്ഞത്, ഞാൻ എന്താ ചെയ്യും, ഞാൻ ഇതിലൂടെ ഇന്നത്തെ ലൈവിൽ കേട്ടിട്ട്. അല്ലാതെ നിങ്ങൾ എല്ലാ ദിവസവും എത്ര വാഴ്ന്ന കാണുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് വാഴ്ന്നിന്റെ കാലമാണ്, ഓൺലൈൻ വാഴ്ന്നിന്റെ കാലം. എത്ര വാഴ്ന്ന കാണുന്നത്. ചുമ്മാ കേൾക്കലല്ലാതെ എന്തെങ്കിലും ഒരു മാറ്റമോ എന്തെങ്കിലും ഒരു പരിവർത്തനമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ചുമ്മാ കേട്ടും പഴുതി അങ്ങ് പോകും. കൊള്ളാം, നല്ല മജ്ലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണ്ടേ? വേണോ വേണ്ടേ? അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സലാം ആളിയക്കൽ പ്രവാസിയാണ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഖൈറായ ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വീട് പണി അല്ലാഹു എളുപ്പമാക്കട്ടെ. അതിനുള്ള സമ്പത്തൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ വഴികളും അല്ലാഹു എളുപ്പമാക്കട്ടെ. അവരുടെ മക്കളെയും കുടുംബത്തിനെയൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മീനു സുദി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പറയും. ഫാത്തിമ ബീവി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. മൻസൂർ സൈൻ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അവരുടെ മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. അത് പറയുമ്പോൾ ആരും മുങ്ങിക്കളയരുത്. ഉസ്താദ് ചോദ്യം ചോദിച്ചു തുടങ്ങി. ഞങ്ങളുടെ കടങ്ങൾ അല്ലാഹുവെ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ജാസ്മി അല്ലാഹു അവിടെ കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ രോഗത്തിന് അല്ലാഹു ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഉമ്മയെപ്പോലെ ഉമ്മയുടെ മഹത്വം അമ്മയെപ്പോലെ ദുആ ചെയ്യും. ഖൈറുൻ നിസാ. അല്ലാഹു തആല അവിടെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഹംസ മൗലവി എൻ്റെ വലിയ ഉസ്താദ്, മക്കളില്ലാത്ത പ്രിയപ്പെട്ട ഞങ്ങളുടെ ഗുരുനാഥനായിരുന്നു ഹംസ ഉസ്താദ്. ഞങ്ങളൊക്കെ വലിയ ഉസ്താദ് എന്ന് വിളിക്കുന്ന ഖാദിമുൽ ഐത്താം, തെക്കൻ കേരളം ഖാദിമുൽ ഐത്താം, അനാഥകളുടെ സേവകൻ എന്നായിരുന്നു ഉപ്പായി വിളിച്ചിരുന്നത്. അവരുടെ സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത്. ഇന്ന് ആ ഉസ്താദ് അവിടെ ആ പള്ളിയുടെ പൂമുഖത്ത് അന്തിവിശ്രമം കൊള്ളുകയാണ്. മക്കളില്ലാത്തതിന്റെ വിഷമം അറിയാതിരിക്കാൻ ഒരുപാട് അനാഥ അഗതി മക്കളെ എടുത്തു വളർത്തി ഒരു സ്ഥാപനം ഉണ്ടാക്കി. നൂറുകണക്കിന് ആയിരക്കണക്കിന് മക്കളെ അവിടെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. സ്വന്തം മക്കളെ പോലെ അവർ വളർത്തി. അതിലൊരാളാണ് ഈ വിനീതൻ. അതിലൊരാളാണ് ഞാൻ ആ സ്ഥാപനത്തിൽ പഠിച്ച്. അല്ലാഹു തആല ഉസ്താദിന് പുറത്തു കൊടുക്കട്ടെ. ആ ഉസ്താദിന്റെയൊക്കെ പ്രാർത്ഥനയാണ് എനിക്ക് ദുആ പഠിപ്പിച്ചെന്നത്. ആ ഉസ്താദാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പ്രസംഗത്തിനൊക്കെ ആൾക്കാർ പരാതി പറയും. പ്രസംഗത്തിനൊക്കെ നൂറുകണക്കിന് പരാതിയും തെറ്റുകളൊക്കെ എല്ലാവരും പറയും. പക്ഷേ ദുആയിൽ അല്ലാഹു അനുഗ്രഹിച്ച് ദുആയിൽ ആരും ഇതുവരെയും കുറ്റം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ ഉസ്താദിന്റെ ബറക്കത്താണ്. ആ ഉസ്താദാണ് എന്നെ ദുആ പഠിപ്പിച്ചത്. എൻ്റെ വാപ്പയ്ക്ക് തുല്യമായ ഉസ്താദ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റമളാനിന്റെ 27 മജ്ലിസിൽ എന്നെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു അന്ന് കുഞ്ഞുനാളിൽ.
അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അള്ളാഹു താല സ്വീകരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാർക്ക് അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു താല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മജ്ലിസ് അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. ആ സ്ഥാപനത്തിന് എന്തെങ്കിലും ഹദിയ കൊടുക്കാൻ, ആ സ്ഥാപനത്തിനാണേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സ്ഥാപനത്തിന് എന്തെങ്കിലും ഹദിയ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് എങ്കിൽ 7907 ആ സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കണം. ഞാൻ ഓർമ്മപ്പെടുന്നു, ഞാൻ ആ സ്ഥാപനത്തിൽ പഠിച്ചവനാണല്ലോ, അപ്പോൾ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പിരിവല്ല, ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തിയതാണ്. ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ 7907 അതിനകത്ത് ഗൂഗിൾ പേയും ഉണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പ്രത്യേകം പറയണം, ഉസ്താദേ ഇതെൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനിടെ ആ യത്തീംഖാനയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയണം. എന്നിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ഇൻഷാ അല്ലാഹ് ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ദുആ വസിയത്തുകളും അറിയിക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് 3 ഫാത്തിഹ. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ ഇന്നത്തെ മജ്ലിസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായില്ലേ? ഗുണം ഉണ്ടായില്ലേ? ഒരു നന്മ ഉണ്ടായില്ലേ? നല്ലൊരു മാറ്റം ഉണ്ടാക്കൂലേ? ഇനി നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കൂലേ? അടിയോ വഴക്കം ഉണ്ടാക്കുവോ? പിണക്കം ഉണ്ടാക്കുവോ? അഥവാ പിണക്കം ഉണ്ടെങ്കിൽ തന്നെ പരസ്പരം പോയി അങ്ങോട്ട് പോയി മിണ്ടണം. അങ്ങോട്ട് പോയി മിണ്ട്, ഒരു മടിയും വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഞാൻ പിരിവ് പറഞ്ഞതല്ല കേട്ടോ, സാന്ദർഭികമായിട്ട് ഉണർത്തിയതാണ്. ഞാൻ നിർബന്ധിക്കുന്നുമില്ല. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് 3 ഫാത്തിഹ, ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, അംബിയ മുർസലീങ്ങൾ, സഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഔലിയാക്കൾ, മശായിഖന്മാർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് 3 ഫാത്തിഹ. എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നുമൊക്കെ മരണപ്പെട്ടു പോയവർക്ക്, കാസർഗോഡ് നിന്ന് വരെ നമ്മുടെ മജ്ലിസ് കാണുന്നവരുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അവിടെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ മജ്ലിസ് എത്തിച്ചു കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് 3 ഫാത്തിഹ ഓതുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. إلى حضرة روح نبينا وحبيبنا مصطفانا محمد صلى الله عليه وسلم، ثم إلى أرواح الأنبياء والمرسلين، ثم إلى أرواح الصحابة والكرام كلهم أجمعين، ثم إلى أرواح الأولياء والشهداء والصديقين والصالحين، إلى حضرة أرواح من ماتوا منا خصوصا في هذا المجلس يا أرحم الراحمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. രോഗമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, രോഗങ്ങൾക്ക് ശിഫ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, മുറാദുകളുണ്ടോ, വിഷമങ്ങളുണ്ടോ എല്ലാം മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അസ്മാഉൽ ഹുസ്ന ഏറ്റു ചൊല്ലണം. അല്ലാഹുവിൻ്റെ 99 നാമങ്ങളാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലണം. അതിനോടൊപ്പം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മൾ പെട്ടെന്ന് ചൊല്ലി ഇൻഷാ അല്ലാഹ് 10:10 മുമ്പ് തന്നെ നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 10:10 10:15 10:10 എത്തൂല, അത് ഭയങ്കര സ്പീഡിൽ പോകേണ്ടി വരും. എല്ലാവരും ആത്മാർത്ഥമായിട്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله،
يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا قيوم يا الله يا قيوم يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منعم يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا ستار يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد برحمة الله المنان برحمة الله المنان برحمة الله المنان. ദുആ ചെയ്യാൻ പോവുകയാണ്.
അല്ലാഹു തആല സ്വീകരിക്കട്ടെ നമ്മുടെ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കട്ടെ. നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ നമ്മളൊരു 10 മിനിറ്റിനകം ദുആ ചെയ്ത് തീർക്കും. അതുവരെയെങ്കിലും ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കണം. അത് കഴിഞ്ഞിട്ട് പോകാവൂ. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ എത്തും. ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കോളും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു എല്ലാ സംരംഭങ്ങളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ് എല്ലാവരും. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد رحمن رحيم മായ മലിക്കുൽ ജബ്ബാറായ രാജാതി രാജനായ അല്ലാഹ് കരുണക്കടലായ റബ്ബേ ഞങ്ങളുടെ ദുആഇനെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ എല്ലാവരുടെയും നിയ്യത്തുകളെ നീ കബൂലാക്കണേ അല്ലാഹ് എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ് അല്ലാഹു ഞങ്ങളുടെ നിയ്യത്തുകളെ നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഖൈറിന്റെ ഭവനങ്ങളാക്കണേ അല്ലാഹ് അല്ലാഹുവേ വാപ്പ ഹോസ്പിറ്റലിലാണ് നീ ശിഫാഉ കൊടുക്കണേ അല്ലാഹ് ശിഫാഉ കൊടുക്കണേ അല്ലാഹ് അല്ലാഹു അൻവർ മന്നാനി ഉസ്താദ് ഉണ്ട് നീ നാഫിയായ ഇൽമു കൊടുക്കണേ അല്ലാഹ് ഹാജിറ ശിഹാബ് ഉണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹു നിസ എന്ന സഹോദരിയുണ്ട് ഖൈറുൻ നിസയുണ്ട് നിഷാദ് എന്ന സഹോദരനുണ്ട് സാജിദ എന്ന സഹോദരിയുണ്ട് ഖൈർ മറ്റ് കുടുംബാംഗങ്ങളുണ്ട് എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അവരുടെ നിയ്യത്തുകളെ കബൂലാക്കണേ അല്ലാഹ് അവരുടെ നിയ്യത്തുകളെ കബൂലാക്കണേ അല്ലാഹ് അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഫാത്തിമ ബീവി എന്ന സഹോദരിയുണ്ട് റൈഹാൻ വ്ലോഗ് ഉണ്ട് അല്ലാഹുവേ മറ്റ് ആഫി വ്ലോഗ് ഉണ്ട് റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹുവിന്റെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ് അവരുടെ നിയ്യത്തുകളെ കബൂലാക്കണേ അല്ലാഹ് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ് ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാഹ് ഖൈറായ സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ് ഹലാലായ സമ്പത്ത് കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ് നാഫിയായ ഇൽമ അവർക്ക് ഞങ്ങൾക്കും നൽകണേ അല്ലാഹ് അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് മരണപ്പെട്ടു പോയവരുണ്ട് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ് മർഹമത്ത് കൊടുക്കണേ അല്ലാഹ് മകൻ പിണങ്ങിപ്പോയവരാണ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹുവേ ആ മകൻ സന്തോഷത്തോടു കൂടി തിരിച്ചു വരാൻ ആ ഉമ്മയോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ് പിണക്കങ്ങൾ മാറ്റണേ അല്ലാഹ് പരസ്പര ഇണക്കം കൊടുക്കണേ അല്ലാഹ് സ്നേഹം നിലനിർത്തണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാഹ് കലഹങ്ങൾ തരല്ലേ അല്ലാഹ് എത്ര പിണങ്ങിക്കഴിയുന്നവരാണെങ്കിലും റബ്ബേ അവരെ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ് അവരെ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ് നീ ഒന്നിപ്പിക്കണേ അല്ലാഹ് നല്ല മനസ്സിനുടമകളാക്കണേ അല്ലാഹ് സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഉസ്താദ് എന്റെ കസിന് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ് റബ്ബേ മൈനാസ് അല്ലാഹുവേ മകന്റെ എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല പലരുടെയും കുടുംബത്തില് അത് പ്രശ്നമാണ് റബ്ബേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് നിഅമത്ത് കൊടുക്കണേ അല്ലാഹ് വീടുണ്ടാകുന്നതിന് റബ്ബേ നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ് വീടില്ലാത്തവരുണ്ട് വീട് കൊടുക്കണേ അല്ലാഹ് അതിനുള്ള വഴികൾ കൊടുക്കണേ അല്ലാഹ് അതിനുള്ള സമ്പത്ത് കൊടുക്കണേ അല്ലാഹ് ഖൈറായത് നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ് എല്ലാ ശർറുകളും നീ തട്ടി മാറ്റണേ അല്ലാഹ് എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാഹ് മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങളുണ്ട് റബ്ബേ
റബ്ബേ നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. കീറിമുറിക്കപ്പെടുന്ന രോഗങ്ങളുണ്ട്, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അപകടങ്ങൾ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാ. അപകട മരണങ്ങൾ തരല്ലേ അല്ലാ. നിങ്ങളുടെ ശരീരങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. റബ്ബേ മക്കളില്ലാത്തവരുണ്ട് അല്ലാ, സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമേകുന്ന മക്കളെ കൊടുക്കണേ അല്ലാ. അവരെ കണ്ണീര് കുടിപ്പിക്കല്ലേ അല്ലാ. അവരെ നിരാശരാക്കല്ലേ അല്ലാ. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. മക്കളുടെ ജോലികളിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ബിസിനസ്സുകളിൽ നീ ലാഭത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ എല്ലാ അഡ്രസ്സുകളും പേരുകളും വസിയത്തുകളും നിനക്കറിയാമല്ലോ. നീ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാ. പ്രവാസികളുണ്ട്, നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. ഖൈറിന്റെ ഭവനങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ കടങ്ങൾ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. നിങ്ങളുടെ ദുആഇനെ നീ തട്ടി ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ നൽകണേ അല്ലാ. പരിപൂർണ മുഅ്മിനീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഉമ്മമാര് വയ്യാത്തവരുണ്ട്, പനിയുള്ളവരുണ്ട്, ജലദോഷമുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, സോറിയാസിന്റെ അസുഖമുള്ളവരുണ്ട്, അലർജി സംബന്ധമായ അസുഖമുള്ളവരുണ്ട്, വാൽവ് സംബന്ധമായ അസുഖമുള്ളവരുണ്ട്, കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരുണ്ട്, കൈകാലുകൾക്ക് സ്വാധീന ശക്തി ഇല്ലാത്തവരുണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. റബ്ബേ ക്യാൻസർ പോലുള്ള വലിയ വലിയ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കഴിയുന്നവരുണ്ട്. അവിടെ രോഗങ്ങൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ശിഫാവ് കൊടുക്കണേ അല്ലാ. ശിഫാവ് കൊടുക്കണേ അല്ലാ. അതിൽ വസിയത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്. ആരെയും നീ വേർതിരിക്കല്ലേ അല്ലാ. ആരെയും ആരെയും നീ വിട്ട് കളയല്ലേ റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഭർത്താവിന്റെ ദുബായിൽ ലൈസൻസിന് എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവയുടെ കുടുംബങ്ങളിൽ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ വീട്ടുകളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. വീടുകളിൽ സമാധാനം കൊടുക്കണേ അല്ലാ. സിഹറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ലാഇനീങ്ങളുടെ ലഅനത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. ആയിനീങ്ങളുടെ ഐനുകളെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണേറുകാരുടെ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ റാഹത്തുള്ള ഒരു ജോലി കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് റബ്ബേ. അല്ലാഹുവേ വീടുകളിൽ പരനിറഞ്ഞു നിൽപ്പുണ്ട്. അല്ലാഹു അവർക്ക് നീ സ്വാലിഹായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹു നല്ലൊരു ദാമ്പത്യ ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഗൾഫിൽ പോക്ക് നീ എളുപ്പമാക്കണേ അല്ലാ. കച്ചവടം ചെയ്യുന്നവരുണ്ട്, തൊഴിൽ ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എൻ്റെ ഉമ്മ 18 ദിവസം അല്ലാഹുവേ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടു പോയിട്ട് 18 ദിവസമായി എന്ന് പറയുന്നു. റബ്ബേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഖബറിൽ ഞങ്ങളുടെ ദുആ ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാ. അവിടെ ഖബറിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ മിസ്ലി സവാബ് ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാ. നീ പ്രകാശമായി എത്തിക്കണേ അല്ലാ. ഒരു നേരം പോക്കായി നീ എത്തിക്കണേ അല്ലാ. നീ തട്ടിക്കളയല്ലേ അല്ലാ. പാപികളിൽ പരാജിതരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. നിരാശരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹു നരകത്തിന്റെ വെന്തുരുകുന്ന അടിയാറുകളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. പാപരഹിതരോടൊപ്പം ചേർക്കണേ അല്ലാ. പരിപൂർണ ഈമാൻ നൽകണേ അല്ലാ. അനുസരണയുള്ളവരാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു നിസ്കാരമുള്ളവരാക്കണേ അല്ലാ. നിസ്കാരമുള്ളവരാക്കണേ അല്ലാ. നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാക്കണേ അല്ലാ. നന്ദി കെട്ടവരാക്കല്ലേ അല്ലാ. നിങ്ങളുടെ മക്കളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇരു ലോകത്തും വിജയിക്കുന്ന മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളാക്കണേ അല്ലാ. ഗുരുത്തമുള്ള മക്കളാക്കണേ അല്ലാ. അവരുടെ ശാപം വാങ്ങാൻ നീ ഇടവരുത്തല്ലേ അല്ലാ. അവരുടെ ശാപം വാങ്ങാൻ നീ ഇടവരുത്തല്ലേ അല്ലാ.
മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹു റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ വിധവയാണ് റബ്ബേ, ഖൈർ കൊടുക്കണേ അല്ലാ. അവർക്ക് വീട് കൊടുക്കണേ അല്ലാ. വീടിനുള്ള വഴികൾ കൊടുക്കണേ അല്ലാ. അല്ലാഹു എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു കയറി കിടക്കാനുള്ള ഒരു ഭവനം. റബ്ബേ നീ അത് കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പേരുകൾ എല്ലാവരെയും നിനക്കറിയാം റബ്ബേ. അല്ലാഹു എല്ലാം കാണുന്നത് നീയാണ്, എല്ലാം അറിയുന്നത് നീയാണ്. അല്ലാഹു ഒരു പരിഭവം വിചാരിക്കാതെ ഒരുപാട് സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ ആമീനെ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ തട്ടിക്കളയല്ലേ അല്ലാ. നീ തട്ടിക്കളയല്ലേ അല്ലാ. കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങളിൽ നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹു അയൽവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ബന്ധുക്കളെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്നേഹം നിലനിർത്തണേ അല്ലാ. അല്ലാഹു പരസ്പര ഇണക്കം നിലനിർത്തണേ അല്ലാ. അല്ലാഹു ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബത്തിൽ നന്മ നിലനിർത്തണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. നിഅമത്ത് നൽകണേ അല്ലാ. ഹിഫാലത്ത് നൽകണേ അല്ലാ. കടക്കണിയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ബിസിനസ്സുകൾ നീ വിജയിപ്പിക്കണേ അല്ലാ. ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പഠിക്കുന്ന മക്കളുണ്ട്, ബുദ്ധി വികാസം കൊടുക്കണേ അല്ലാ. പഠന പുരോഗതി കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. എല്ലാ കഴിവും കൊടുക്കണേ അല്ലാ. ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ വഴിപിഴച്ചവരാക്കല്ലേ അല്ലാ. പാപികളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. പരാജിതരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്‌ലിസിലൂടെ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. അവിടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹു ഈ മജ്‌ലിസിലൂടെ അല്ലാഹുവേ കുറച്ചു പേർക്കെങ്കിലും ഒരു സന്തോഷം സമാധാനവും ഖൈറും കിട്ടി എന്ന് പറയുമ്പോൾ അല്ലാഹു അത് കേൾക്കുമ്പോൾ അതറിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. നീ നിലനിർത്തി തരണേ അല്ലാ. നീ ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. വാഹനങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവിടെ കൃഷികളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവിടെ മൃഗങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവിടെ കുടുംബങ്ങളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നിങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. പരീക്ഷകളിൽ ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. പഠന പുരോഗതി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. മുത്തുനബി എന്തെല്ലാം ഖൈറുകൾ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ ആ ഖൈറുകളെ ഞങ്ങൾക്ക് അടുപ്പിച്ചു തരണേ അല്ലാ. എന്തെല്ലാം ഷർറുകളെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ടോ ആ ഷർറുകളെ തൊട്ട് നീ ഞങ്ങളെയും കാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ദുആ ആത്മാർത്ഥതയുള്ള ദുആ ആക്കണേ അല്ലാ. നാഫി ആക്കണേ അല്ലാ. ഉപകാരപ്പെടുന്ന മജ്‌ലിസ് ആക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين മൈമൂനത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇസ്മായിലും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. പികെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെ മുറാദ് ഹാസിലാക്കട്ടെ. അബ്ദുൽ അസീസ് അല്ലാഹു മകൾക്ക് ഹാഫിളായ ആലിമീൻ കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹു ഖൈറാക്കി കിട്ടെ. എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കട്ടെ. അനുഗ്രഹിക്കട്ടെ. ബുഷറ മൊയ്തൂട്ടി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. മൈമൂനത്ത് കൊണ്ടോട്ടിയിൽ നിന്നാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. കാസർഗോഡ് നിന്നിട്ട് വരെ നമ്മളടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഷംനാദ് ഷംനു അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. സുദീറ അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഹനീറ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ അല്ലാഹു നല്ല വിജയം കൊടുക്കട്ടെ. ഉമ്മു ഹബീബ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഷഹീൻ ഷാ പരീക്ഷ എപ്പോൾ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ.
സ്വീകരിക്കട്ടെ. അള്ളാഹു ഖൈർ ബർക്കത്ത് നിന്ന് അനുഗ്രഹിക്കട്ടെ. വാപ്പ ഹോസ്പിറ്റലിലാണ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ഷിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഖൈറും ബർക്കത്തും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു താല അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് തരട്ടെ. മുഹമ്മദ് അസ്ലം അള്ളാഹു താല സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആഷിമു ജാഫർ അള്ളാഹു താല സ്വീകരിക്കട്ടെ, അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നൗഫൽ കെ അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധ അമലുകളും ഇബാദത്തുകളും നിസ്കാരങ്ങളും നോമ്പുകളും സൽക്കർമ്മങ്ങളും ഖുർആൻ പാരായണങ്ങളും തഹ്ലീലുകളും ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ റബ്ബേ ഉപകാരപ്പെടുന്നതും നീ സ്വീകരിക്കുന്നതും നാളെ ആഖിറത്തിൽ ഉന്നത പ്രതിഫലം കിട്ടുന്നതുമാക്കി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ 1 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് പടച്ചവരെ ഞങ്ങളെ നഷ്ടപ്പെടുത്തി കളയല്ലേ അല്ലാ, നഷ്ടപ്പെടുത്തി കളയല്ലേ അല്ലാ. അള്ളാഹു നാളെ പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോൾ നീ എന്തിന് ചെയ്തടേ, നീ എന്ത് ചെലവഴിച്ച്, നിന്റെ ആയുസ് നിന്റെ സമയം നീ എങ്ങനെ ചെലവഴിച്ചെന്ന് പറയാൻ അള്ളാഹു ഉപകാരപ്പെടുന്ന മജ്ലിസ് കേൾക്കാൻ ഇൽമു പഠിക്കാൻ ഞാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന സന്തോഷ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. ക്യാൻസർ ആണ് റബ്ബേ, ശിഫാവ് കൊടുക്കണേ അല്ലാ. അള്ളാഹു അത്തരം രോഗങ്ങൾ ഞങ്ങളിൽ ആർക്കും തരല്ല അല്ലാ. ബീമാ മുജീബ് അള്ളാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ. സലാം അലൈക്കും നിസാ സാഹിബ് അള്ളാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഫാത്തിമ ബീവി നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലേക്കും നിങ്ങൾ ഈ മജ്ലിസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഇന്നത്തെ മജ്ലിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഷെയർ ചെയ്ത പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ. നന്ദി, ഒരായിരം നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സപ്പോർട്ടും സഹകരണവും ഈ ഒരു പങ്കാളിത്തവും നിങ്ങൾ എപ്പോഴും കാണിക്കണം. ഏത് സമയത്ത് ലൈവ് എന്ന് പറഞ്ഞാലും ഇൻഷാ അല്ലാഹ് രാത്രി എന്തായാലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ലൈവിൽ ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാവില്ല. എന്തെങ്കിലും നമ്മുടെ സമയം പോലെ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ അറിയിക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോഴൊക്കെ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പങ്കെടുക്കണം ആത്മീയ മജ്ലിസുകളിൽ. ഇൻഷാ അല്ലാഹ് ആരുടെയെങ്കിലും ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ മതി, നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അല്ലാഹു തആല നടത്തി തരികയാണ്. അല്ലാഹു തആല ഞങ്ങളെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. ആ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് സന്തോഷമായിട്ടിരിക്കണം. എല്ലാവർക്കും സുഖമാണല്ലോ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. പലരുടെയും കമന്റ് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ, കൊണ്ടോട്ടിയിലാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അതാണ് ലൈസൻസ് ദുബായിൽ അല്ലാഹു എത്രയും പെട്ടെന്ന് എളുപ്പമാക്കട്ടെ, തടസ്സങ്ങൾ മാറ്റട്ടെ, കടങ്ങൾ വീട്ടട്ടെ, അപകടങ്ങൾ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാം എളുപ്പമാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി വേറെ മൊയ്തൂട്ടി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരു പൊന്നുമകൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ദുആ ചെയ്യാൻ പറഞ്ഞു. വീട്ടില് ആണുങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കണം ആ മകനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. പെണ്ണുങ്ങൾ സ്ത്രീകൾ പരമാവധി മെസ്സേജ് അയക്കുന്നത് ഒഴിവാക്കണം കേട്ടോ. മക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ട് മാത്രം സേപ്പിക്കുക, ആവശ്യങ്ങൾ മാത്രം പറയുക. ഇൻഷാ അല്ലാഹ് പരമാവധി ലൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിളിക്കരുത്. അല്ലാത്തപ്പോൾ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഇൻഷാ അല്ലാഹ് നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എൻ്റെ കല്യാണം അല്ലാഹു എളുപ്പമാക്കട്ടെ, റാഹത്തിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു എളുപ്പമാക്കട്ടെ, തടസ്സങ്ങളൊക്കെ അല്ലാഹു മാറ്റട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കട്ടെ ഇൻഷാ അല്ലാഹ്. സന്തോഷത്തോടുകൂടി നമുക്ക് റാഹത്തോടുകൂടി നിസ്കരിക്കാത്തവരൊക്കെ നിസ്കരിച്ച് കിടക്കണം, ഒന്നുകൊടുത്ത് കിടക്കണം, ഓതാനുള്ളതൊക്കെ ഓതണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മാതാപിതാക്കളുടെ വിഷയമാണ്, അവരുടെ പ്രാർത്ഥനയാണ്. അതിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഭാര്യ മക്കളെ സന്താനങ്ങളെയും മാതാപിതാക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി താഴ്മയായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.